ദ്വാരത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് ദ്വാരത്ത് വായിക്കും, കുറച്ചേ ഉള്ളൂ, അത് വായിക്കുമ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കും. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ദ്വാരത്ത് എല്ലാവരും ദ്വാ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിടെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ സമാപന വേദിയാണ്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്നത് 100, 500, 1000 എന്തൊക്കെയുണ്ടോ അത് ഓരോ നിയ്യത്ത് ചെയ്തുകൊണ്ട്, ഭർത്താവിന് അങ്ങനെ, മക്കൾക്കാണെങ്കിൽ അങ്ങനെ, മരണപ്പെട്ടു പോയവർക്കാണെങ്കിൽ അങ്ങനെ, ഓരോരുത്തർക്കും നിയ്യത്ത് ചെയ്തുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് എല്ലാവരും നാളെ വരുമ്പോൾ സഹായിക്കാൻ. നാളെ ഒരൊറ്റ ദിവസം കൂടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പരിപൂർണമായി നമ്മളെല്ലാവരും ദുആ ചെയ്യാൻ, ലിസ്റ്റ് കൊടുക്കാൻ ഒരൊറ്റ ആൾ പോലും നാളെ പിന്നെ മറന്നുപോയത്. എല്ലാവരും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചെയ്യുക. അല്ലാഹു ദുആ എടുക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാനൊരു സഹോദരൻ 51 രൂപ, കുടുംബത്തിലുള്ളവർക്ക് ദീർഘായുസ്സിനും ആഫിയത്തിനും വേണ്ടി ദുആ ചെയ്യുവാൻ ഒരു സഹോദരി 101 രൂപ, മരണപ്പെട്ട മരുമകൾക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ 100 രൂപ, കുടുംബ ഐശ്വര്യത്തിനും ബറക്കത്തിനും വേണ്ടി ദുആ ചെയ്യുവാൻ 100 രൂപ, ദുആ ചെയ്യാൻ ഷിഹാസ് 51 രൂപ, ദുആ ചെയ്യാൻ ജമീല ബിബി 200 രൂപ, ദുആ ചെയ്യുവാൻ അസ്മാ ബിബി 100 രൂപ, ദുആ ചെയ്യുവാൻ ഒരു സഹോദരി 100 രൂപ, ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 501 രൂപ, ദുആ ചെയ്യുവാൻ ഒരു സഹോദരി 250 രൂപ, ദുആ ചെയ്യുവാൻ ഒരു സഹോദരി 100 രൂപ, ദുആ ചെയ്യുവാൻ ഒരു സഹോദരി 250 രൂപ, അബ്ദുൽ വഹാബ് ശരീരസുഖത്തിനും കുടുംബൈശ്വര്യത്തിനു വേണ്ടി ദുആ ചെയ്യുവാൻ 100 രൂപ, ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു സഹോദരൻ 200 രൂപ, ബാപ്പയുടെ മഹഫറത്തിന് വേണ്ടിയും ഉമ്മയുടെ രോഗശമനത്തിന് വേണ്ടിയും ഓർമ്മശക്തി തിരിച്ചു കിട്ടുന്നതിനു വേണ്ടി ദുആ ചെയ്യുവാൻ ഒരു സഹോദരി 100 രൂപ, ദുആ ചെയ്യുവാൻ ഒരു സഹോദരി 101 രൂപ, ഗൾഫിൽ നിൽക്കുന്ന മരുമക്കൾക്ക് ശരീരസുഖത്തിന് വേണ്ടി ദുആ ചെയ്യുവാൻ മുഹമ്മദ് മുസ്തഫ 251 രൂപ, ഗൾഫിൽ നിൽക്കുന്ന മാമയുടെ ശരീരസുഖത്തിനും ജോലിക്കും വേണ്ടി ദുആ ചെയ്യുവാൻ നിഷാൻ 100 രൂപ, കുടുംബ ഐശ്വര്യത്തിനും ശരീരസുഖത്തിനും വേണ്ടി ദുആ ചെയ്യുവാൻ 101 രൂപ, മക്കൾക്ക് വേണ്ടിയും കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യുവാൻ 101 രൂപ, ഷിഹാസ് ശരീരസുഖത്തിന് വേണ്ടി ദുആ ചെയ്യുവാൻ 101 രൂപ, മരണപ്പെട്ടുപോയ മാതാവിനും പിതാവിനും ദുആ ചെയ്യുവാൻ മകൾ 101 രൂപ, സമീറ വിദ്യാഭ്യാസത്തിന് വേണ്ടി ദുആ ചെയ്യുവാൻ 101 രൂപ, സാബിറ ശരീരസുഖത്തിന് വേണ്ടി ദുആ ചെയ്യുവാൻ 101 രൂപ, ദുആ ചെയ്യുവാൻ അബൂബക്കർ തെക്കേവിള ശരീരസുഖത്തിന് വേണ്ടി ദുആ ചെയ്യണം 51 രൂപ, റഹ്മ ബീവി കീഴേവിളയിൽ വേണ്ടി ദുആ ചെയ്യുവാൻ 100 രൂപ, AJ ഫർണിച്ചർ മരണപ്പെട്ട വാപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ 101 രൂപ, കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യുവാൻ 250 രൂപ, ഒരു സഹോദരി കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യുവാൻ 100 രൂപ, കുടുംബ ഐശ്വര്യത്തിനും മകളുടെ സുഖപ്രസവത്തിനും വേണ്ടി ദുആ ചെയ്യുവാൻ ഒരു സഹോദരൻ 200 രൂപ, കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യുവാൻ ഒരു സഹോദരൻ 250 രൂപ, കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യുവാൻ ഒരു സഹോദരൻ 100 രൂപ, ഹക്കീം തെക്കേവിള കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യുവാൻ 101 രൂപ, മരണപ്പെട്ട വാപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ ഒരു സഹോദരൻ 101 രൂപ, മരണപ്പെട്ട ഉമ്മുമ്മയ്ക്കും കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യുവാൻ ഒരു സഹോദരൻ 101 രൂപ, ഐഷ ബീവി ഷീജ മനസ്സിൽ കുടുംബ ഐശ്വര്യത്തിനും മരണപ്പെട്ട പിതാവിനും ദുആ ചെയ്യുവാൻ 101 രൂപ, ബദറുദ്ദീൻ ഷീജ മനസ്സിൽ കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യുവാൻ 101 രൂപ, ദുആ ചെയ്യുവാൻ ഒരു സഹോദരൻ 100 രൂപ, ദുആ ചെയ്യുവാൻ ഒരു സഹോദരൻ 500 രൂപ, കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യുവാൻ ഒരു സഹോദരൻ 250 രൂപ, കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യുവാൻ ഒരു സഹോദരൻ 100 രൂപ. താഹ എന്ന് പറയുന്ന ഒരു സഹോദരൻ എനിക്ക് താഴെ തളർന്നു കിടക്കുകയാണ്. അപ്പോൾ കുറച്ച് ഇഞ്ചക്ഷൻ കൂടി എടുക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശിഫ കൊടുക്കട്ടെ. അതിനുവേണ്ടി 333 രൂപ ദുആ ചെയ്യാൻ വേണ്ടി സുറത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു പരിപൂർണമായും ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരുപാട് വൈകുന്നില്ല, ദുആയിലേക്ക് കടക്കാൻ പോവാണ്. നാളെ ഇൻഷാ അല്ലാഹ് 7:15 മുതൽ ഇൻഷാ അല്ലാഹ് 10 മണി വരെയും വാള്. അത് കഴിഞ്ഞതിന് ശേഷമേ ബാക്കി എന്ത് കാര്യമാണെങ്കിലും പിരിവാണെങ്കിലും ദുആയാണെങ്കിലും ഉണ്ടാവുള്ളൂ. എല്ലാവരും നേരത്തെ തന്നെ എത്താൻ ശ്രമം നടത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എഴുന്നേറ്റ് നിന്നുകൊണ്ട് എല്ലാവരും പരിശുദ്ധമായ മസ്ജിദ് നബി നിയ്യത്ത് ചെയ്തുകൊണ്ട് 11 സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ചെല്ലുക. ഇന്ന് സ്വതക്ക പറഞ്ഞവർക്കും ചെയ്തവർക്കും നാളെ മുതൽ സഹായിക്കാൻ താല്പര്യം കാണിക്കുന്നവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്
صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. നിന്റെ രാത്രിയിൽ അല്ലാഹുവേ നോമ്പ് പിടിച്ചിട്ട് അതിന്റെ ക്ഷീണം പോലും മറന്നുകൊണ്ട് റബ്ബേ ഈ പരിശുദ്ധ മജ്‌ലിസിൽ വന്ന ഞങ്ങളെ നീ നിരാശരാക്കല്ലേ അല്ലാഹ്. ആഖിറത്തിൽ ഞങ്ങളെ നീ പട്ടിണിയാക്കല്ലേ തമ്പുരാനെ. ദുനിയാവിൽ കഷ്ടപ്പെടുത്തിയാലും ആഖിറത്തിൽ ഞങ്ങളെ നീ കഷ്ടപ്പെടുത്തല്ലേ റബ്ബേ. ദുനിയാവിൽ കരയിപ്പിച്ചാലും ആഖിറത്തിൽ നീ ഞങ്ങളെ കരയിപ്പിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് സഹോദരങ്ങൾ പലവിധ ആവശ്യങ്ങൾ മനസ്സിൽ കരുതിയിട്ട് ഈ മജ്‌ലിസിലുണ്ട്. അല്ലാഹുവേ, അവരുടെ മനസ്സിന്റെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മ ഉപ്പമാര്, ഞങ്ങളുടെ ഉസ്താദുമാര്, ഞങ്ങളുടെ സഹപാഠികൾ, ഞങ്ങളുടെ കൂട്ടുകാര്, അവരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ റബ്ബേ. ഇടുക്കമാക്കല്ലേ തമ്പുരാനെ. ഇന്ന് മരിച്ച നാളെ ഈ നേരത്ത് ഞങ്ങളും ആ മണ്ണറയിലാണ് പടച്ചവനെ. ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. ഈമാനോടുകൂടിയല്ലാതെ ഞങ്ങളുടെ റൂഹ് പിടിക്കല്ലേ അല്ലാഹ്. ഇത്രയും വാത് പറഞ്ഞ് ഇത്രയും വാത് കേട്ട് ദീനിന് വേണ്ടി നടന്നിട്ട് അവസാനം ഞങ്ങളെ കാഫിറാക്കി മരിപ്പിക്കല്ലേ അല്ലാഹ്. കാഫിറാക്കി മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ആമ്പല്ലൂര് പള്ളിയുടെ ചുറ്റുവട്ടത്ത് കിടക്കുന്ന ഖബറാളികൾ, കുഞ്ഞുമക്കളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ഉപ്പമാരുണ്ട്, ഉസ്താദുമാരുണ്ട്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. അവരുടെ ഖബറുകൾക്ക് അല്ലാഹുവേ ഇത് പെരുന്നാളിന്റെ സന്തോഷം നീ കൊടുക്കണേ അല്ലാഹ്. ഈ കുഞ്ഞുമക്കൾ വെച്ച പരിപാടിയുടെ പരിപൂർണമായ വിജയം ആസ്വദിക്കാൻ അവർക്ക് തൗഫീഖ് നീ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അത് തുടങ്ങാൻ പോയപ്പോ വലിയ മഴ വന്നതാണ് റബ്ബേ. ഈ സമയം വരെയും ഈ ഇതിന്റെ നാട്ടുകാരെ അവരുടെ മനസ്സിന്റെ നന്മ കൊണ്ട് നീ അവരെ സഹായിച്ചു തമ്പുരാനെ. എത്ര പ്രതീക്ഷയോട് വെച്ച പരിപാടിയാണ് റബ്ബേ. ഒരിക്കലും നീ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. ഈ മക്കളെ നീ വഴിതെറ്റിക്കല്ല റബ്ബേ. നാളെ ആഭാസന്മാരായി കള്ളുകുടിയന്മാരാക്കി അവരെ മാറ്റല്ലേ അല്ലാഹ്. ഞങ്ങളുടെ നാടിന്റെ ദീനിന്റെ നിറകുടങ്ങളാക്കി മാറ്റണേ പടച്ചവനെ. ഞങ്ങളുടെ ഉമ്മമാര് മറിഞ്ഞു വീണാൽ അവരെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അവര് മരണപ്പെടുകയാണെങ്കിൽ കെലിമ പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സ് നീ അവർക്ക് കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ പള്ളിയിൽ ഫിത്നയുണ്ടാക്കുന്നവരാക്കല്ലേ അല്ലാഹ്. വിഭാഗീയത ഉണ്ടാക്കുന്നവരാക്കല്ലേ അല്ലാഹ്. അടിയും വഴക്കും ബഹളവും ഉണ്ടാക്കുന്നവരാക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ, ഒരുപാട് ദൂര സ്ഥലത്ത് നിന്ന് വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിശിഷ്യ കന്യാകുളങ്ങരയിൽ നിന്ന് വന്നവരടക്കം അല്ലാഹുവേ, ഞാൻ സ്ഥലം പറയുന്നില്ല, ഒരുപാട് സ്ഥലത്ത് നിന്ന് വന്നവരുണ്ട്. എല്ലാ മജ്‌ലിസിലും വരുന്ന ഉമ്മമാര്, മക്കള്, കൂട്ടുകാര്, സഹോദരങ്ങൾ, അവരുടെ ഓരോ സെക്കൻഡിനും അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ തമ്പുരാനെ. എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേര് മജ്‌ലിസിലുണ്ട് റബ്ബേ. അവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് നേരത്തെ കുഞ്ഞുമക്കളെയും കൊണ്ട് ആവേശത്തോടെ ഓടിയെത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞാൻ പറഞ്ഞ വാക്കിൽ അവർക്ക് വല്ല വെറുപ്പും തോന്നിപ്പോയെങ്കിൽ അല്ലാഹുവേ, ആഖിറത്തിൽ നീ അവരെ വെറുപ്പിക്കല്ലേ അല്ലാഹ്. ദുനിയാവിൽ അല്പം വെറുപ്പ് തോന്നിയാലും കുഴപ്പമില്ല പടച്ചോനെ. അവിടെ ആഖിറത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണല്ലാ. നിന്നെ ഭയന്നുകൊണ്ട് വസ്ത്രം ധരിക്കുന്ന നല്ല ദീനുള്ള സ്ത്രീകളാക്കി ഈ പ്രിയപ്പെട്ട സഹോദരിമാരെ മാറ്റണേ അല്ലാഹ്. മക്ക കാണുന്ന, മദീന കാണുന്നവരാക്കണ തമ്പുരാനെ. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പിന്നാലെ സ്വർഗത്തിൽ കിടക്കുന്ന ഉമ്മമാരാക്കി, സഹോദരിമാരാക്കി, പെങ്ങന്മാരാക്കി ഇവരെ മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നോമ്പ് തുറക്കാനും അത് കഴിഞ്ഞ് പ്രഭാഷണത്തിനുള്ള ആവശ്യത്തിനും വേണ്ടി സുഭിക്ഷമായ ഭക്ഷണം തന്ന വീട്ടുകാരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആ വീട്ടിലുള്ളവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ആ വീട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉപ്പാന്റെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവിടുത്തെ ഉമ്മാക്ക് ആയുസ് കൊടുക്കണേ അല്ലാഹ്. ആ വീട്ടിലുള്ളവരുടെ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഒരിക്കലും അവരുടെ ഭക്ഷണത്തിന് നീ മുട്ടുകൊടുക്കല്ല റബ്ബേ. ഞങ്ങൾക്ക് നീ ദാരിദ്ര്യം തരല്ലേ തമ്പുരാനെ. ഒരുപാട് രോഗമുള്ളവർ ഈ മജ്‌ലിസിലുണ്ട് അല്ലാഹ്.
ക്യാൻസർ എന്ന രോഗത്തെ തൊട്ടവരെയും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. 80 രീതിയിലാണ് ക്യാൻസർ വളരുന്നത് പടച്ചവനെ. അതിന്റെ ഒരു രീതിയിലും ഞങ്ങളെ നീ സാക്ഷിയാക്കല്ലേ അല്ലാ, ഞങ്ങളെ ഇരയാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, റമളാനിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഞങ്ങൾ. തറാവീഹ് നിസ്കരിക്കാൻ കൊതിച്ചുപോയി അല്ലാ. നോമ്പ് ഒരുമിച്ചിരുന്ന് തുറക്കാൻ കൊതിയുണ്ട് അല്ലാ. റമളാൻ വരുന്നതിന് മുമ്പ് ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. പരിശുദ്ധ റമളാൻ മാസം ഞങ്ങളെ ഹോസ്പിറ്റലിലാക്കിക്കളയല്ലേ അല്ലാ. ഞങ്ങളെ കാത്തിരുന്ന റമളാൻ വരുമ്പോ കാല് വയ്യാതെ നെഞ്ചു വയ്യാതെ ആശുപത്രിയിൽ കിടക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ. പടച്ചവരെ, ഞങ്ങളുടെ അരിമ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. വാപ്പാന്ന് പറഞ്ഞാൽ ഉമ്മാന്ന് പറഞ്ഞാൽ അവർക്ക് ജീവന്റെ ജീവനാണ്. ആ പ്രിയപ്പെട്ട മക്കളെ ഞങ്ങളെ മരിപ്പിച്ചുകൊണ്ടവരെ യതീമീങ്ങളാക്കല്ലേ അല്ലാ. അവർക്ക് ആരുണ്ടോ? അവരെയും നീ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. ഈ സദസ്സിൽ വന്ന ഞങ്ങൾക്കെല്ലാവർക്കും റസൂലുള്ളാഹിയുടെ പൊന്നുമോള് കിടക്കുന്ന സ്വർഗത്തിന്റെ വഴി കാണിച്ചു തരണേ അല്ലാ. ഞങ്ങളെ ലജ്ജയുള്ളവരാക്കണേ അല്ലാ. ഈ രാത്രിയിൽ മൊബൈലിന്റെ അകത്തുള്ള അശ്ലീലതകളെ മാറ്റിവെക്കുന്നവരാരെല്ലാം ഉണ്ടോ അത് ഡിലീറ്റ് ചെയ്ത് കളയുന്ന ചെറുപ്പക്കാരെ നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ, എത്രയോ സഹോദരങ്ങൾ സഹോദരിമാര് പരസ്പരം അന്യ സ്ത്രീ പുരുഷന്മാര് മൊബൈലിലൂടെ സംസാരിക്കുന്നവരുണ്ടെങ്കിൽ ഈ രാത്രി അതിന് അവസാനം കുറിച്ചുകൊണ്ട് അല്ലാഹുവേ ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യൂലാന്ന് തീരുമാനിക്കുന്നവരുണ്ടെങ്കിൽ നന്മയുടെ കവാടം അവർക്ക് തുറന്നു കൊടുക്കണേ അല്ലാ. അമല്ലൂര് പള്ളിയെ നീ വളർത്തണേ അല്ലാ, ഉയർത്തണേ അല്ലാ. അവിടുത്തെ സംഘാടക സമിതിയിലെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. വിശിഷ്യ അവിടുത്തെ ബഹുമാനപ്പെട്ട ഉസ്താദിനെ ജൗഹരി ഉസ്താദിനെ അനുഗ്രഹിക്കല്ലാ. റഹ്മാനാന പടച്ചവനെ, ആ ഉസ്താദിന് ആയുസ്സും ആരോഗ്യം ആഫിയത്തും കൊടുക്കണേ റബ്ബേ. അതുപോലെ ഉസ്താദിന്റെ കൂടെ സേവനം ചെയ്യുന്ന എല്ലാ ഉസ്താദുമാരെയും അല്ലാഹുവേ, ബാങ്ക് വിളിക്കുന്നവരടക്കം ചോറെടുക്കുന്നവരടക്കം ആ പള്ളിയുടെ മുഅല്ലിമീങ്ങളടക്കം ആ പള്ളിയുടെ മദ്രസയിൽ പഠിക്കുന്ന കുഞ്ഞുമക്കളടക്കം അല്ലാഹുവേ, അവർക്ക് മുഴുവനും നിന്റെ പൊരുത്തം നീ കൊടുക്കണേ അല്ലാ. നാളെ കണ്ണീരോടുകൂടി സദസ്സിൽ നിന്ന് ദുആ ചെയ്യാൻ തൗഫീഖ് തരണേ അല്ലാ. ചോദിച്ച ഉടനെ 4444 രൂപ പറഞ്ഞ എന്ന സഹോദരനും വേറൊരു കൂട്ടുകാരനും ആരിഫ എന്ന സഹോദരി അല്ലാഹുവേ, എല്ലാ മജ്‌ലിസിലും അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ തൗഫീഖ് തരണേ അല്ലാ. ഈ രാത്രിയുടെ ഹക്ക് കൊണ്ടവർ നിന്നോട് എന്ത് ആവശ്യപ്പെടുന്നുവോ അത് പരിപൂർണമായും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അതുപോലെ മുമ്പിലൂടെ ബക്കറ്റ് കൊണ്ടുപോയപ്പോ സ്വതക്കയിട്ടവര് ഉസ്താദ് വായിച്ച ദുആദിച്ച് അല്ലാഹുവേ, കുടുംബൈശ്വര്യത്തിന് വേണ്ടി രോഗം മാറാ, കച്ചവടത്തിന്റെ ബറക്കത്തിന് അപകടങ്ങൾ നീങ്ങാ, അങ്ങനെ ഒരുപാട് 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 ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വതക്ക ചെയ്തു. അവിടെ സമ്പത്ത് നീ അധികരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, നാളെ സമാപന വേദിയാണ്. കണ്ണീരോടുകൂടി ദുആ ചെയ്ത് ഞങ്ങൾ പിരിയുന്ന മജ്‌ലിസിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആരെല്ലാം സ്വതക്ക കൊണ്ടുവരുന്നോ, ആരെല്ലാം സഹകരിക്കുന്നോ, ആരെല്ലാം സഹായിക്കുന്നുവോ അവർക്ക് ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين. إن شاء الله എല്ലാവരും നാളെ മഗ്‌രിബ് കഴിയുമ്പോൾ തന്നെ എല്ലാവരും എത്തുക. ആണുങ്ങളൊക്കെ മഗ്‌രിബ് കൂടെ നിസ്കരിക്കാൻ കണക്കാക്കി വരിക. ദുആ മറക്കരുത്. വസിയത്തോടെ ഇവിടെ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
ചെയ്തു